ഗെയ്സ് എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് ഡേ ആയിട്ടേ ഇവിടെ മലയാളികളൊക്കെ കൂടി ചേരണം, ഒരു ചെറിയൊരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വൈകിട്ട് 5:30 ഒടിങ്ങാണ്ട് ഇവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം. കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ അതേ ഇവിടേക്ക് ആകെ മഞ്ഞാണ്, നല്ല തണുപ്പാണ് കേട്ടോ. കണ്ടോ, നല്ല തണുപ്പാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് തോന്നുന്നുണ്ട് ആ പരിപാടി. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ മലയാളികളെല്ലാവരും കൂടി കൂടണ പരിപാടി ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ അന്യനാട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, മലയാളികളുടെ ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഈ കേരള കൂട്ടായ്മയുടെ പ്രോഗ്രാമുകൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ പ്രോഗ്രാമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നുള്ളൂ ഈ ഓഡിറ്റോറിയത്തിലേക്ക്. അപ്പോൾ പോകുന്ന വഴിയൊന്നും ഞാൻ കൂടുതൽ കാണിക്കണില്ല കേട്ടോ, കാരണം വെച്ചാൽ ഇരുട്ടായത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇപ്പോൾ 5:30 ആയപ്പോഴത്തേക്കും തന്നെ ആകെ ഇരുട്ടായി. നമ്മളങ്ങനെ അതേ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഓഡിറ്റോറിയം ആയിരുന്നേ. കാരണം വെച്ചാൽ അന്നിപ്പോൾ ഓണത്തിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത്രയും ആളുകളൊന്നും ഇന്നത്തെ പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഓഡിറ്റോറിയം ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന പാടെ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ല ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറണേണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കാം. അപ്പോൾ അതേ ഫസ്റ്റ് തന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്തേക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇവർ ഫോട്ടോഗ്രാഫറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ടിക്കറ്റൊക്കെ നമ്മൾ കാണിക്കേണ്ട ഏരിയ. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോളും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഈ വള മാല ഡ്രസ്സുകളുടെയൊക്കെ ചെറിയൊരു സ്റ്റോളും അവിടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതേ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ടേബിളൊക്കെ ഇട്ട് എല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളും കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മെയിനായിട്ടുള്ള ഡിന്നറല്ല, അതിന് മുമ്പ് ചെറിയൊരു അപ്പറ്റൈസറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെനു എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് അപ്പമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി അപ്പമായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ മട്ടൻ കുറുമയും ഒരു ചിക്കൻ 65 ഉണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിളുകാർക്ക് വെജിറ്റബിൾ കുറുമയും കോളിഫ്ലവർ ചില്ലിയും ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, ഒരു കേരളീയ തനിമയോട് കൂടിയിട്ടുള്ള ടേസ്റ്റിൽ ഫുഡ് കഴിക്കാൻ പറ്റി. പിന്നെ മാത്രമല്ല നമ്മൾ ഒരു ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ കൂടാൻ കഴിഞ്ഞതിലും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫുഡ്. പിന്നെ സ്റ്റേജൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഗ്രാമൊക്കെ കണ്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. സ്റ്റേജിൽ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വഴിയെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഫസ്റ്റ് തന്നെ ദേശീയഗാനമായിരുന്നു, അതായത് ആദ്യം അമേരിക്കൻ ദേശീയഗാനം, അതിനുശേഷം പിന്നെ നമ്മുടെ ഇന്ത്യൻ ദേശീയഗാനമൊക്കെ ആയിരുന്നു. പിന്നെ ഓരോരോ പ്രോഗ്രാമുകളായിരുന്നു കേട്ടോ. പ്രായഭേദമന്യേ വലിയവരുടെയും ചെറിയവരുടെയും ഒക്കെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ. ഒന്നാമത്തേൽ കോപ്പിറൈറ്റും വരും, പിന്നെ മാത്രമല്ല വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒന്ന് ഓടിച്ചിട്ടിട്ടേ ഞാൻ വീഡിയോയിൽ കാണിക്കണുള്ളൂ. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, ഈ വർഷത്തെ ആദ്യത്തെ പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മലയാളി അസോസിയേഷനിലെ കമ്മിറ്റികളെയൊക്കെ തിരഞ്ഞെടുത്തതിൻ്റെ ആ ഭാരവാഹികളെയൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ ഇതിലിങ്ങനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് ഓരോരുത്തരെയൊക്കെ ഇതിൽ പരിചയപ്പെടുത്തി. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഇങ്ങനെ അറിയാൻ സാധിച്ചിട്ടാണ്. സോഫിയയുടെ ടീമിന് നിങ്ങൾ എല്ലാ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തതിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. കാരണം ഒത്തിരി പ്രോഗ്രാംസ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഈ ന്യൂജേഴ്സി മലയാളികൾക്ക് കേരള അസോസിയേഷൻ ന്യൂജേഴ്സി കാഞ്ച് ഇവിടെ ആവശ്യമാണ്. ജാതി മത ഭേദമന്യേ ന്യൂജേഴ്സി മലയാളികൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരേ ഒരു പ്രസ്ഥാനമുള്ളൂ, ഇത് അതാണ് കാഞ്ച്. കാഞ്ചിന്റെ അടുത്ത പ്രസിഡന്റ് സോഫിയ മാത്യു. താങ്ക് യു എവരിവൺ. Thank you, Vice Chair. Before he goes, last year they did an amazing job under the leadership of Vaiju Varghese, Tom Nitikadan, Nirmal Mukundan. Please give a big applause, guys. They did an amazing job last year.
ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ എവരിവൺ. അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേയുടെ സെലിബ്രേഷന്റെ എല്ലാവിധ മംഗളങ്ങളും ആദ്യമായിട്ട് തന്നെ ആശംസിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരുടെ പരിചയപ്പെടുത്തൽ, പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രസംഗം, ഇതൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ്, കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കമ്മിറ്റിയിലെ എല്ലാവരും കൂടിയിട്ടുള്ള ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് ശേഷമായിരുന്നു കേട്ടോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. പരിപാടികൾക്ക് ശേഷം വലിയൊരു ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നേ. എല്ലാം നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം എന്ന് പറഞ്ഞത്. ഇത് കുട്ടികളുടെ ഒരു ഡ്രാമയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാളം അറിയാത്ത കുട്ടികൾ ഈ ഡ്രാമയ്ക്ക് വേണ്ടി മലയാളം പഠിച്ചു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എന്തായാലും നിങ്ങളിതൊന്ന് കേട്ട് നോക്കിട്ടാ. ഈ പിള്ളേരുടെ വർത്താനം നല്ല രസമുണ്ടായിരുന്നു. അവസാനം മോന്ത കണ്ടില്ലേ, കാളെ കണ്ടില്ലേ, പറയാ ആരെങ്കിലും വന്നാണല്ലോ. മറ്റന്നാൾ എല്ലാ ക്ലാസ്സുകാരും ഫുൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിരിച്ചി കാട്ടേണ്ടി വരാം. അത് മിക്കവാറും തന്നെയായിരിക്കും ഇവനെ കുറിച്ച് റോക്കാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അതിശയം തോന്നുമായിരിക്കും. ഈ പിള്ളേർക്ക് എന്താണ് ഇത്രക്ക് മലയാളം അറിയില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കില്ല. പക്ഷേ ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു നാട്ടിൽ ജനിച്ച് വളർന്ന കുട്ടികൾക്ക് മലയാളം സംസാരിക്കാനും എഴുതാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഇവർ ഈ ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് അവരത് പഠിച്ച് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു അതിശയം തോന്നിയായിരുന്നു. വളരെ ഒരു സന്തോഷവും തോന്നിയിട്ടാണ്. അവരത് എടുത്തൊരു എഫേർട്ട് നമുക്കത് എന്താ പറയുക അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല. മാത്രമല്ല ആ കുട്ടികളുടെ അഭിനയവും നല്ലതായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇതിൽ ഈ പ്രോഗ്രാമിലുണ്ടായ എല്ലാ പ്രോഗ്രാമുകളും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള എല്ലാ ഡാൻസുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ പഴയ മലയാളം പാട്ടുകളായിരുന്നു കേട്ടോ. കൂടുതലും പഴയ പാട്ടുകളായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മുടെ നാട്ടിൽ പോലും ഇന്നത്തെ കാലത്ത് ഒരു പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഒരിക്കൽ പോലും നമ്മുടെ ആ ഒരു മലയാളം പാട്ടുകൾ ആരും യൂസ് ചെയ്യില്ല അല്ലേ. കൂടുതലും പുതിയ മലയാളം പാട്ട് അല്ലെങ്കിൽ പുതിയ തമിഴ് പാട്ട് അങ്ങനെ അല്ലെങ്കിൽ ഹിന്ദി പാട്ട് അതൊക്കെ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ എല്ലാം പഴയ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാം അതുകൊണ്ട് നമുക്കിങ്ങനെ ആസ്വദിച്ചിരിക്കാനും സാധിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡാൻസ്. ഇതിൻ്റെയൊക്കെ പാട്ടുകളൊക്കെ എല്ലാം ഈ പഴയ മലയാളം പാട്ടുകളൊക്കെ ആയിരുന്നേ. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ കേട്ടിരിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു എന്താ പറയുക ഒരു മ്യൂസിക് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ യൂസ് ചെയ്തേക്കണ പാട്ടുകളെല്ലാം തന്നെ പഴയ പാട്ടുകളായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാം. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു അടിപൊളി വൈബായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം ഈ ഹോള് നിറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആകെ ഒരു ഇതെന്ന് വെച്ചാൽ പുറത്തൊക്കെ നല്ല തണുപ്പാണ്. പിന്നെ അകത്ത് നമുക്കതൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലൊരു ഫംഗ്ഷന് പങ്കെടുത്തൊരു ഫീലാണ്ട്. ഈ ഹോളാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തേക്കൊരു ഹോള് കല്യാണ ഹോളൊക്കെ പോലെ തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു കേട്ടോ. വന്നത് എന്തായാലും നല്ലൊരു വെറുത്തായിട്ടുണ്ടായിരുന്നു. ചിരി സായകമാകി നിൻ പുഞ്ചിരി സായകമാകി കേട്ടു പ്രണയം മൃദുപല്ലവിയാ ആരു പറഞ്ഞു ഞാൻ കണ്ടതാകമാണെന്നാരു പറഞ്ഞു കൊണ്ടെഴുതിയത്. നല്ല
നല്ല രസമുണ്ടായിരുന്നല്ലേ അവർ പാടിയത്. ഒരുപാട് നേരം ഉണ്ടായിരുന്നിട്ടാ. ഞാൻ അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളൂ. അതുപോലെ എല്ലാം നല്ല മലയാളം പാട്ടുകളായിരുന്നു കേട്ടോ. ഈ ഡാൻസുകളെല്ലാം തന്നെ എന്താ പറയുക, പഴയ പാട്ടുകളായിരുന്നേ. അതായത് മലയാളം, തമിഴ്, ഹിന്ദി എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെയാണ് ഇവർ കൂടുതലും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നേരം ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് കേട്ടോ പിന്നെ ഡിന്നറൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. കാരണം നേരത്തെ ഫുഡ് കഴിച്ച കാരണം പിന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടായില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ പിള്ളേരെ എല്ലാവരും കൂടി കൂടിയിട്ട് പിന്നെ ലാസ്റ്റ് ഒരു കലാശക്കൊട്ട് പോലത്തെ ഒരു ഡാൻസ് ആയിരുന്നു വീണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഇവിടുത്തെ അസോസിയേഷനിലുള്ള പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ പരിപാടികൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ വേറൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതേ അടുത്തതായിട്ട് ഇതുമാതിരി ഒരു സ്റ്റാർ നൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് ഇങ്ങനെ സിനിമാ നടന്മാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഒരു പ്രോഗ്രാമിന്. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത ഒരു ഫാമിലിയിൽ ഒരു ഫാമിലിക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഇന്നിപ്പോൾ നടക്കുന്നത്. ഏതായാലും ഫസ്റ്റ് തന്നെ ഇവിടെ ഈ അവസരം ഒരുക്കി തന്ന കാഞ്ചിന്റെ ഈ വർഷത്തെ ഭാരവാഹികൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ ബാൻഡ് എന്നാരുടെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സോ can we just start? നമുക്ക് ഇവിടെ ഏകദേശം ഒരു മണിക്കൂർ സമയം അനുവദിച്ചു തന്നിട്ടുണ്ട്. We will be singing maybe like different kinds of songs, definitely which you would love. Please keep supporting us. This is your own New Jersey's band NRI. അങ്ങനെ ഗാനമേള സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡിന്നർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ ഇരുന്ന് കുറച്ചൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഡിന്നറിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഞാൻ വീഡിയോയിൽ പിന്നെ കാണിക്കാം കേട്ടോ. ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാം. ആ നേരത്തെ തിരക്കായതുകൊണ്ടിട്ട് നല്ല ക്യൂ ആയിരുന്നു. അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഗാനമേള ഏകദേശം ഇങ്ങനെ തീരാറായിട്ടുള്ളൊരു ലാസ്റ്റ് ആയപ്പോഴത്തേന് ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടാ. കാരണം ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇനി നമുക്ക് പോകാമെന്ന് വിചാരിച്ച് ആളുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡിന്നറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകട്ടെ, എന്തൊക്കെയാണ് ഫുഡെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റൈസ്, ചിക്കൻ കറി, പിന്നെ റൊട്ടി, പനീറിൻ്റെ കറി, പായസം, ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കൂൾ ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ പെപ്സി, 7up അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. പല ടൈപ്പ് ജ്യൂസ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ ഡിന്നർ സ്പെഷ്യൽ. അങ്ങനെ അതേ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും നല്ല തിരക്കാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ആകെ ഒരു തിക്കും തിരക്കാണ്. ആ ഫ്രണ്ടിൽ ഇന്ന് ഒക്കെ ഒരു ഫോട്ടോയൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ആകെ ഒരു തിരക്കിൽ പെട്ടുപോയി. പിന്നെ ഒരുപാട് ലേറ്റും ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മളവിടെ ഒന്ന് തിരിഞ്ഞൊന്നും കളിക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ അതേ ഇറങ്ങിയാണ്. ഇത് കണ്ടില്ലേ, ഓരോരുത്തരൊക്കെ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണല്ലോ നമുക്കൊരു സന്തോഷം. മലയാളികളായിട്ട് ഇങ്ങനെ ഒരു കൂട്ടുകൂടലും ഒക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ ഓർത്തുപോയി. അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ പുതിയ അമേരിക്കൻ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.